ലോകത്തിന്റെ നടു റോട്ടിൽ സ്റ്റേജ് കെട്ടി ഏരിയ സമ്മേളനം നടക്കാൻ ആരാണ് ഇടതുപക്ഷത്തിന് ധൈര്യം കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമല്ലാന്ന് എനിക്കറിയാം. കാരണം അവർ തന്നെയാണ് ഭരിക്കുന്നത്. അവരുടെ തലതൊട്ടപ്പനായ പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ അവർക്ക് എന്തും ആവാം എന്നുള്ളതാണോ? അധികാരത്തിന്റെ അഹങ്കാരം, അധികാരത്തിന്റെ ഭ്രാന്ത് എന്നൊക്കെ അല്ലാണ്ട് പേരൊന്നും വിളിക്കാൻ പറ്റില്ല. അവർക്ക് എന്തുമാകാം. അവരാണ് ഭരിക്കുന്നത്, അവരുടെ പോലീസാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർക്ക് എന്തുമാകാം എന്നുള്ളത് തന്നെയാണ്. ഇതേ പോലീസ് അവർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രയാസമല്ലേ? എന്താണ് പോലീസ് പൊളിച്ചു നീക്കാഞ്ഞത്? ഹൈക്കോടതി നിർദ്ദേശമുണ്ട്, പൊതു ഇടങ്ങളിൽ, പൊതു സ്ഥലങ്ങളിൽ, റോഡുകളിൽ ഇത്തരത്തിൽ വേദികൾ കെട്ടി പൊതുഗതാഗതത്തെ തടസ്സം നിർത്തിക്കൂടാ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൂടാ, പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചുകൂടാ, രാഷ്ട്രീയ പാർട്ടിയുടെ ആകട്ടെ സിനിമയുടെ ആകട്ടെ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചുകൂടാ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ എത്രയോ ഫ്ലെക്സ് ബോർഡുകൾ ക്ഷേത്രങ്ങളുടെ, പള്ളികളുടെ, പാർട്ടികളുടെ, മറ്റേ യുവജന സംഘടനകളുടെ, ജാതി സംഘടനകളുടെ, മതസംഘടനകളുടെ എത്രയോ ഫ്ലെക്സ് ബോർഡുകളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. പാർട്ടി പരിപാടികളൊക്കെ വരുമ്പോൾ ഏരിയ കമ്മിറ്റി, കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പനമ്പള്ളി നഗറിലേക്ക് വന്നപ്പോൾ പനമ്പള്ളി നഗർ ചുമന്നിരിക്കുന്നു. പനമ്പള്ളി നഗർ ഇലക്ഷനെ ചുമപ്പിക്കാൻ ഇവരെ കൊണ്ട് പറ്റാറില്ല, പക്ഷെ അവർ ചുമപ്പിച്ചിരിക്കും. അവിടെ ഏരിയ കമ്മിറ്റി, പനമ്പള്ളി നഗർ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ മുഴുവൻ ഈ ചുമന്ന തോരണമൊക്കെ കൂടെ വാരി കെട്ടി, കൊടിയും വാരി കെട്ടി അവിടെ മൊത്തം ചുമപ്പിച്ച് വെച്ചിരിക്കും. എന്ത് വൃത്തികേടാന്നേ. നമുക്ക് അത് ആ പാർട്ടിക്കാരെ സംബന്ധിച്ചുള്ള ആവേശമായിരിക്കും. ഇത് എന്തിനാണ് ആളുകളുടെ യാത്ര ചെയ്യുന്നവൻ്റെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന സംഭവം, മഞ്ചൂർ നടന്നിരിക്കുന്ന, തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്ന സംഭവം വെച്ചാൽ കോടതി പരിസരത്ത് പോലീസ് സ്റ്റേഷൻ്റെ മൂക്കിന് നിന്നിൽ 2 വരികളിലായി പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഒരു വഴിയൊക്കെ അടച്ച് ഇവർ സ്റ്റേജ് കെട്ടി അവിടെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി. പോലീസുകാർക്ക് ഇത് പൊളിച്ച് നീക്കാൻ പറ്റില്ല, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ട് പൊളിച്ചോളാനാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. കോൺഗ്രസ് ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ മറ്റു പാർട്ടികളായിരുന്നെങ്കിലും ഇതേ സമീപനമായിരിക്കും. അല്ല, പാർട്ടിക്കാർ ഈ സമീപനം തന്നെ കാണിക്കത്തുള്ളൂ. ഇവന്മാർ എന്തൊക്കെ പറയുവാരെന്നറിയോ അതിനെപ്പറ്റി? റഹീമൊക്കെ വന്നിരുന്ന് വാതോരാതെ സംസാരിച്ചേനെയായിരുന്നു, സരിൻ വരെ സംസാരിച്ചേനെയായിരുന്നു. അതാണ് അവസ്ഥ. നോക്കൂ, കൊല്ലത്ത് ഈ CPM നേതാക്കന്മാരെ പൂട്ടിട്ട് ഇവർ തമ്മിൽ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ചാനലുകാർ ചെന്നപ്പോൾ അവരെ വിളിച്ചൊരു ഭാഷയുണ്ട്. അവരെ കേൾക്കാൻ യോഗ്യരാണ്. ചാനലുകാർ 2 പേരും കേൾക്കാൻ യോഗ്യരാണ്. അവരെ വിളിച്ചൊരു ഭാഷയുണ്ട്, മായും പൂവും കായും ചേർത്തിട്ടാണ് തെറി വിളിച്ചത്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന് അധികാരത്തിൻ്റെ തുടർച്ച ആർക്കും കൊടുക്കരുത് എന്നതിൻ്റെ തെളിവാണ് ഇത്തവണ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഈ അടുത്തടുത്ത് വീടുകൾ, ചെറിയ ചെറിയ പ്രദേശങ്ങൾ പോലുള്ള വീടുകളാണ്. ഇവിടെ കല്യാണവും മരണവും ഒക്കെ ഉണ്ടാകുമ്പോൾ റോഡിലാണ് അവർ പന്തലെത്തുന്നത്. അത്രയും ഹൈറ്റിൽ ആ പന്തലിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റും. ഈ ചടങ്ങ് നടക്കുന്ന ഒരു 1-2 മണിക്കൂർ സമയത്താണ് ഇവർ കസേരയൊക്കെ ഇട്ടിട്ട് ഈ പറയപ്പെടുന്ന ചടങ്ങുകളെ ബുദ്ധിമുട്ടിക്കാതെ. അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ആ സംസ്കാരമാണെന്ന് ഇവിടെ. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ കേരളത്തിൽ എന്ത് സുഖമാണ്, ഇങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. ഒരിക്കൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ശൗര്യപാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിട്ട്. ഒരു ദിവസം കോളേജ് വിട്ട് തിരിച്ചു വന്നപ്പോൾ ശൗര്യപാളയം ടൗൺ കാണാനില്ല. ശൗര്യപാളയം ടൗൺ മുഴുവൻ പന്തലിട്ടേക്കുന്നു, റോഡിൻ്റെ നടുക്കൊരു പന്തലിട്ടിരുന്നു. സ്റ്റാലിൻ്റെ പരിപാടി നടക്കുക. അന്ന് ജയലളിതയാണെന്ന് തോന്നുന്നു ഭരിക്കുന്നത്. സ്റ്റാലിൻ്റെ പരിപാടി നടക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവർ റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്ത് പോലീസുകാർ വഴി തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് നടന്നു പോലും പറ്റാത്ത രീതിയിലുള്ള കസേരകളൊക്കെ റോഡിന് നടക്ക് നിരത്തിയിട്ട് ആളുകൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, കേരളത്തിൽ ജീവിക്കാൻ എന്ത് സുഖമാണ്, ഈ ഗുണ്ടായുസ പരിപാടികളൊന്നും അവിടെ ഇല്ലല്ലോ. പിന്നാണ് അറിഞ്ഞത് അവിടെ മറ്റേ TV കൊടുക്കുന്ന പരിപാടിയാണ്, TV എന്തോ കൊടുക്കുന്ന പരിപാടിയാണ്, ഇത് കൊള്ളാം എന്ന് നമ്മൾ ആലോചിക്കുകയും ചെയ്തു. ഇത്തരത്തിലാണ് ഇവിടെ കേരളത്തിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വിഷയങ്ങളും എടുത്തു നോക്കൂ. ഈ സഖാക്കന്മാർക്ക് എന്തോ ഒരു ഞങ്ങളെന്തോ വലിയ സംഭവമാണ്, എന്തോ വലിയ ഞങ്ങളെ തൊടാൻ ആരുമില്ല എന്ന ഭാവത്തിലാണ് ഇവന്മാർ നടക്കുന്നത്. ജനങ്ങൾക്ക് ഇവനൊക്കെ ഇല്ല അപ്പൂപ്പ ആനപ്പുറത്ത് കയറി എന്നും പറഞ്ഞ് ഇവൻ്റെ മറ്റൊരു ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇവിടെ പിണറായി ഭരിക്കുന്നത് നിനക്കൊക്കെ എന്ത് തേങ്ങയാണ്? ഇവ നോക്കും. CPM സംബന്ധിച്ചിടത്തോളം കേരള പാർട്ടി സംവിധാനമാണ് CPM അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നടക്കണമെങ്കിൽ അവരുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കത്തുമായിട്ട് പോകണം. അവിടെ ഒരു മന്ത്രിയെ MLA കാണണമെങ്കിൽ അങ്ങനെ തന്നെ അവിടെ മുന്നോട്ട് പോകണം. ആ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരുടെയൊക്കെ കാല് പിടിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്ന് അതിൻ്റെ പൈസ എടുത്തിരുന്നത് ഞങ്ങളുടെ പിണറായി തന്നതാണ് കേട്ടോ, ഒരു റോഡ് അനുവദിച്ച് അത് ഞങ്ങളുടെ പിണറായിയുടെ കേട്ടോ, എല്ലാ പിണറായിയുടെ. കോൺഗ്രസ് MLA അവിടെ വികസനം നടത്തിയാൽ അത് പിണറായിയുടെ, CPM MLA നടത്തുന്നതെങ്കിൽ അത് ആ MLA. ഇതാണ് അവസ്ഥ. ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു അധികാരത്തിൻ്റെ തുടർച്ച കിട്ടിയ ഈ സർക്കാർ, പിണറായി സർക്കാരിലെ സഖാക്കന്മാർ, ഈ നല്ല സഖാക്കന്മാർ ഇതൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. കൊല്ലത്തെ കേസ് തന്നെ അവർ തന്നെ പഠിച്ചു. നോക്കുക, അല്ലെങ്കിൽ പാർട്ടിയെ മറന്നുകൊണ്ട് എങ്ങനെയാണ് മുൻപ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാഷിൻ്റെ ഒരു പ്രസംഗമാണ്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളൊന്നുമില്ല, നമുക്ക് ആകെയുള്ളതൊരു ദേശാഭിമാനിയും ഒരു ജനയുഗവും ഒരു കൈരളി TVയുമാണ്. ഈ കൈരളി TV ആട്ടെ നമ്മൾ പോലും കാണാറില്ല, അത് മാഷ് സമ്മതിക്കുന്നു. ബാക്കിയൊക്കെ മുതലാളികളാണ്, സാമ്രാജ്യത്വ ശക്തികളെന്ന് മുതലാളിത്ത ശക്തികളാണ്. പുള്ളിയുടെ ഒരു ഭാഷ അറിയാലോ, അത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. അദാനിയും അംബാനിയൊക്കെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുക. അദാനി അംബാനിയൊക്കെ ചാനൽ നടത്തുന്നുണ്ട്, നമുക്കറിയാം, യൂണിവേഴ്സിറ്റി പോലുള്ള ചാനലുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ
ഇപ്പുറത്ത് ഇവിടുത്തെ മാധ്യമ ഭീമന്മാരുടെ ഏഷ്യാനെ വെട്ടിക്കാൻ നടക്കുന്ന 2-3 ചാനലുകാരുണ്ടല്ലോ, ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് സ്തുതി പാടുന്നത്? ഇവരെ സ്തുതി പാടുന്നത് ഈ പറയപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി. അപ്പൊ ഇവരാണ് മുതലാളിമാര്. ഇന്നത്തെ മുതലാളിത്തത്തെ എതിർക്കുന്ന ഇവരാണ് മുതലാളിമാര്. റിസോർട്ടുള്ള മുതലാളിമാര്. റിസോർട്ടില്ലേ ഇവന്മാർക്ക്? ഹോട്ടലുകളില്ലേ? എന്തൊക്കെ ബിസിനസ്സുകളുണ്ട് ഈ CPM നേതാക്കന്മാർക്ക്? ബിനാമി ഇടപാടുകളിൽ അതൊക്കെ പുറത്തു വന്നിട്ടില്ലേ? ഇന്നോവ കാറിൽ ഇവർ പുറത്തിറങ്ങുന്നുണ്ട് ഏതെങ്കിലും ഒരുത്തൻ? ഇവനൊക്കെ എങ്ങനെയാണ് തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാർ? എന്നിട്ട് ഇപ്പോഴും ഘോരം പ്രസംഗിക്കുക. ഇവരുടെയൊക്കെ മക്കൾ എവിടെയാ പഠിക്കണേ? എവിടെയാ പഠിച്ചേ? സ്വാശ്രയ കോളേജിന്റെ സമരത്തിന്റെ പേര് സഖാക്കന്മാർ തെരുവ് നീളെ തല്ലുകൊള്ളുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമൃത കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയിരിക്കുന്നു. മോള് വീണ വിജയന് എഴുതിയിട്ടില്ലേ ഒരു പഴയ സഖാവ് പുസ്തകം? അത് മനസ്സിലാക്കണം. ഇടാ ഞാൻ ചോദിക്കാം, CPMന്റെ അധികാരത്തിലിരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതെങ്കിലും ഒരു കോളനിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരു സഖാവിന്റെ മോക്ക് ജോലി കൊടുക്കുമോ? ഒരു പാർട്ടി സഖാവിന്റെ മോക്ക് ജോലി കൊടുക്കുമോ? അവൻ ചിലപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരിക്കും. അപ്പോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ മോൻ്റെ മോള്, മോൻ്റെ ഭാര്യ, പിന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാര്യ, ഏരിയ കമ്മിറ്റി മെമ്പറുടെ ഭാര്യ, അവർക്കൊക്കെ കൊടുക്കൂ. അവരും പൈസ കൊടുക്കണം, പാർട്ടിക്ക് പൈസ കൊടുക്കണം. സാധാരണക്കാരന് കൊടുക്കാൻ എൻ്റെ നാട്ടിലുണ്ടെന്നേ JDC കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേർ വലിയ ഇപ്പോഴും ആദർശം പറയാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തമാശയ്ക്ക് പറയാം, നിങ്ങളുടെ വിധി ഇത് തന്നെ, ഈ പോസ്റ്റ് ഒട്ടിക്കൽ ഈ അനൗൺസ്മെൻറ്റും മാത്രമാണ്. ഒരു സീറ്റ് ജനറൽ സീറ്റിൽ ഈ പറയപ്പെടുന്ന ഹരിജൻ വിഭാഗങ്ങൾക്ക് ഇവർ കൊടുക്കുമോ? കൊടുക്കത്തില്ല. എടാ ഈ VS അച്യുതാനന്ദനും ഈ പിണറായി വിജയനും ഒക്കെ വന്നതിന് ശേഷമല്ലേ നായർ താഴെ ജാതിയിലുള്ള ഒരാളെ ഇവർ മുഖ്യമന്ത്രിയാക്കിയേ? ഏറ്റവും വലിയ ജാതി വ്യവസ്ഥ നിൽക്കുന്നത് ഈ ഇടതുപക്ഷ പാർട്ടികളിലാണ്. സീരിയസ്ലി അവിടെ മേനോനോ നായരോ നമ്പ്യാരോ ആയിരിക്കണം തലപ്പത്തിരിക്കണമെങ്കിൽ. ഇപ്പോഴാണ് അതിന് ചെറിയ മാറ്റമെങ്കിലും വന്നത്. അത് പിണറായി വിജയൻ്റെ അതിന് പിണറായി വിജയനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ആ കാര്യത്തിൽ. ഏറ്റവും വലിയ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തലും സംഭവിക്കുന്നത് CPM. ഒരു സാധാരണക്കാരനായ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരുപാട് സഹാക്കന്മാർ, പേരെടുത്ത് പറഞ്ഞാൽ അവരെ മോശമാക്കാൻ അവർ പാർട്ടി സഹാക്കന്മാരാണ്. അവരുടെ ജീവിതം പാർട്ടി, അവരുടെ രക്തത്തിൽ പാർട്ടിയാണ്. അവരുടെ മനസ്സിലുണ്ടാ വിഷമം, പക്ഷെ അവർ പുറത്ത് കാണിക്കില്ല. അത് പാർട്ടിക്ക് എതിരായി പോകുമെന്ന് വിചാരിച്ചിട്ട്. പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ടാകാം. അത് പാർട്ടിയെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കണ്ടേ? ഞാൻ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിൽ, ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ അവിടെയൊക്കെയുള്ള ആളുകൾ, ഞങ്ങൾ പിന്നെ അവിടെ പാർട്ടിയിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട് ജനറൽ സീറ്റിൽ ഈ പറയപ്പെടുന്ന സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ. ഞങ്ങളുടെ മനസ്സിൽ ജാതി മതമൊന്നുമില്ല. ഇവന്മാരുടെയൊക്കെ മനസ്സിലാണ് ജാതി മതമുള്ളത്. ഞാൻ പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്കിപ്പം പ്രത്യേകിച്ചൊരു, ഞാൻ എല്ലാവരും പറയുന്ന ഒരാളാണ്. എനിക്ക് എല്ലാവരുടെയും ജീവിത കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നിരിക്കാം. ശില്പയ്ക്കും ഉണ്ടാവാം, എനിക്കുണ്ട്, ഈ കേൾക്കുന്ന ആളുകൾക്കും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇത് പൊതുസമൂഹത്തെ മാറ്റി നിർത്തുന്നില്ല. ഓർമ്മയുണ്ടോ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അപ്പീഡൽ സമരം നടത്തിയ ഒരു ചരിത്രം? അന്നൊരു പെൺകുട്ടി വന്ന മുഖത്തൊക്കെ ചോദിച്ചത് ഓർമ്മയുണ്ടോ? എന്നിട്ട് എന്തായി ആ കേസ്? അത് സമരത്തിന് വേണ്ടിയാണെന്ന് പറയാം. ഇതെന്തിനു വേണ്ടിയാന്നേ? തിരുവനന്തപുരത്ത് ഒരു ഓഡിറ്റോറിയം വാടക എടുത്ത് ഉമ്മാർക്ക് ഏരിയ കമ്മിറ്റി സമ്മേളനം നടത്തിക്കൂടെ? ആർക്കാ ഇതിനകത്ത് കാണാൻ താല്പര്യം? ഈ നേതാക്കന്മാരുടെ മോന്ത ആർക്കാ കാണാൻ താല്പര്യം? പിണറായി വിജയൻ വരുന്ന പരിപാടിക്ക് പോലും ആളില്ല ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ. ആ അവസ്ഥയിലേക്ക് പാർട്ടി പോവുക. ഇവന്മാർ ഇരുന്ന് കമ്മ്യൂണിസം ഇവിടെ വേണം, ആ പാർട്ടി ഇവിടെ വേണം, ഇടതുപക്ഷം വേണം, ശക്തമായൊരു ഇടതുപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ശിവകുമാരെല്ലാം കൂടി നശിപ്പിക്കുകയല്ലേ? കട്ടൻ ചായയും പരിപ്പോടയും എൻ്റെ പുസ്തകത്തിൻ്റെ പേരിട്ട് എന്തിനാ ഇടുവോന്ന് EP ചേരാൻ ചോദിച്ചു. ഇല്ല, ബ്രോസ്റ്റഡ് ചിക്കനും കൊക്കക്കോളയും അങ്ങനെ പേരിടാൻ പറ. അതാണല്ലോ ഇപ്പോൾ അവരുടെ മെനു. പണ്ട് കോൺഗ്രസ്സുകാരെ പറ്റിയായിരുന്നു ഇതൊക്കെ കേട്ടോണ്ടിരുന്നത്. ഇപ്പോൾ യുവന്മാരെ പറ്റിയാണ് പറയേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സീരിയസ്ലി ഇത് വളരെ മോശ പ്രവൃത്തിയാണ്. ജനങ്ങളിത് കാണുന്നുണ്ടെന്നേ, ജനങ്ങളെ ബുദ്ധിമുട്ട്. ഏത് പാർട്ടിക്കാരനാവട്ടെ, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളുടെ പേരിൽ പൊതുഗത വേണം. ചെറിയൊരു പ്രകടനം ഒരു അരമണിക്കൂറുണ്ടോ 1 മണിക്കൂറുണ്ടോ തീരുന്നതാണെങ്കിൽ ആളുകൾ സഹിക്കും. ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഏരിയ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ഇനി മൊത്തം സമ്മേളനക്കാലമാണ്. പാർട്ടിയുടെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു അഖിലേന്ത്യാ സമ്മേളനം കഴിയുന്നത് വരെ സമ്മേളനകാലമാണ് പാർട്ടി. പക്ഷേ അഖിലേന്ത്യ ഒന്നും ഇല്ലെന്നേ. എന്തോ അഖിലേന്ത്യ? കേരളത്തിൽ തീരും ഇത്. എവിടെ അഖിലേന്ത്യ? എവിടെ? കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഇത്. അഖിലേന്ത്യാ സമ്മേളനം ഉണ്ട്. അഖിലേന്ത്യാ പ്രസിഡന്റിനെ അറിയത്തില്ലേ UFAയുടെ? പറ. അപ്പോൾ ഈ സമ്മേളനകാലം തീരുന്നത് വരെ പാർട്ടിക്കാരെ സംബന്ധിച്ച് അത് സ്പെഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രാധാന്യം. പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർ AC ഇട്ട കാറിൽ സമയത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരും. നാട്ടുകാരിൽ നിന്ന് ലക്ഷങ്ങൾ പിരിക്കും, അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഈ പരിപാടിക്ക് കൊടുക്കും. പാവങ്ങളായ പാർട്ടി സ്നേഹികളെ സഹാക്കന്മാർ പോസ്റ്റർ ഒട്ടിക്കും, ബാനർ ഇട്ട്. ഇപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളല്ലേ നടത്തുന്നത്. ഇപ്പോൾ വലിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് ഇവന്റ് കൊടുക്കുക, സഹാക്കന്മാരില്ലല്ലോ പോസ്റ്റർ ഒട്ടിക്കാനും. ഞാൻ ആലോചിച്ചത് ഈ പനമ്പള്ളി നഗറിൽ ഇത്രയും ഇത് കൂടി ഇത് ആരാടാ കിട്ടി? ഞാൻ തിരക്കിയപ്പോൾ ഏതോ ടീമാ 12 മണി കഴിയുന്നവന്മാരാ വന്ന് കെട്ടിയിട്ട് പോയത്. അല്ല, പനമ്പള്ളികളിൽ അവിടെ സഹാക്കന്മാരിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും അതിനെ കൃത്യമായി അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച്
എന്താ പറയാ ഒതുക്കി നടത്താൻ പഠിക്കേണ്ടതിരിക്കുന്നു പാർട്ടി എന്നുള്ളതാണ്. പാർട്ടിക്ക് സംവിധാനങ്ങൾ വേണം, സമ്മേളനങ്ങൾ വേണം, അതൊരു സംഘടനാ ശക്തി പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പൊതുജനത്തിന്റെ നെഞ്ചത്തോട്ട് കയറി ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.